എനിക്കും എൻ്റെ വണ്ടിക്കും ഒരുപോലെ പണി കിട്ടിയ ഒരു വല്ലാത്ത ദിവസമായി പോയി ഇന്ന്. രാവിലെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ. നേരെ വന്നത് എരുമേലിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. വന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നെഞ്ചിനകത്തൊരു വേദന തോന്നിയിട്ട് അതൊന്ന് കാണിക്കാനായിട്ട് വന്നതാണ്. ഒരു ECG പോലും എടുത്ത് നോക്കാതെ ഡോക്ടർ പറഞ്ഞു ഇനിയും വേദന വന്നാൽ മാത്രം വന്നാൽ മതിയെന്ന്. അത് കേട്ടപ്പോഴേ അങ്ങ് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. 2 ദിവസമായിട്ട് വണ്ടിക്ക് തീരെ ബ്രേക്ക് കുറവായിരുന്നു. എന്നാൽ പിന്നെ ബ്രേക്കും കൂടെ അങ്ങ് മാറിയേക്കാമെന്ന് വിചാരിച്ചു. നേരെ സ്പെയർ പാർട്സ് കടയിലോട്ട് വന്നിട്ട് അവിടുന്ന് ബ്രേക്ക് ഷൂവിനുള്ള സാധനങ്ങളും പിന്നീട് വണ്ടിക്ക് ഓയിലും കുറവായിരുന്നു. അങ്ങനെ ഓയിലൊക്കെ മേടിച്ചിട്ട് നേരെ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ കയറ്റി. ആ സമയത്ത് വേറെ വണ്ടിയൊന്നും പണിക്ക് വരാത്തത് കൊണ്ട് എൻ്റെ വണ്ടിയുടെ പണി പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. ബ്രേക്കിൻ്റെ കാര്യമെല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് ഇനി വണ്ടിക്ക് ഓയിലും കൂടെ ഒഴിക്കണമായിരുന്നു. ഞാനാണെങ്കിൽ എഞ്ചിൻ ഓയിൽ മാത്രമേ മേടിച്ചിട്ടുള്ളായിരുന്നു. ഗിയർ ഓയിലിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഏതായാലും പുള്ളിയുടെ അടുത്ത് വന്നപ്പം പുള്ളിയുടെ കയ്യിൽ ഗിയർ ഓയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ ഒഴിച്ച് പുള്ളി സെറ്റാക്കി തന്നു. ഏതായാലും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എരുമേലിൽ പോയിട്ട് വണ്ടിയാണ് ശരിയാക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഏതായാലും ഇനിയിപ്പോൾ റാന്നി ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് താണ്ട ഈ കാണുന്ന വനത്തിൻ്റെ സൈഡിലൊന്ന് വണ്ടി നിർത്തിയതാണ്. പോകുന്ന വഴിക്കാണ് ഈ ഒരു ഐസ്ക്രീം വണ്ടി കണ്ടത്. ഏതായാലും വയ്യ, ഇനിയിപ്പോൾ എന്ത് നോക്കാനായിട്ടാണ്. അതുകൊണ്ട് ഒരു ഐസ്ക്രീമും കൂടെ മേടിച്ചിട്ട് അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ നേരെ ഇപ്പം ഞാൻ റാന്നി ഹോസ്പിറ്റലിലെത്തി. ഉച്ചയൊക്കെ കഴിഞ്ഞത് കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ആകെ ഈ കാണുന്നത്ര ആളുകളെ ഉള്ളായിരുന്നു. അങ്ങനെ ഉള്ള ക്യൂവിൻ്റെ നടുക്കോട്ട് കയറി നിന്നു. ഭാഗ്യത്തിന് ഏതായാലും ഈ ഡോക്ടർ പറഞ്ഞ് പോയിട്ട് ECG എടുത്തിട്ട് വരാൻ. ECG അങ്ങനെ എടുത്ത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ഗ്യാസ് ട്രബിളിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് ഗുളികയും തന്ന് ഒരു സിറപ്പും തന്നു. ഇപ്പോൾ ഏതായാലും കുറച്ച് ആശ്വാസമായി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം തന്നെ അങ്ങ് പോയി കിട്ടി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.